പ്രേക്ഷകരെ മറ്റു വാർത്തകളിലേക്ക് നമ്മൾ വന്നാൽ ഈ വഖഫ് വിവാദം അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഉയർത്തിയ വാദങ്ങൾ വസ്തുതാവിരുദ്ധമെന്ന് വ്യക്തമാക്കിയും അതുപോലെ മുസ്ലിം ലീഗിനെ പ്രതിക്കൂട്ടിലാക്കുകയുമാണ് CPIM. അമുസ്ലിം അംഗങ്ങളെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്താമെന്ന് സർക്കാർ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ആവർത്തിച്ച സാഹചര്യത്തിലാണ് നിലപാടുകളിലെ വൈരുദ്ധ്യം ചൂണ്ടിക്കാട്ടി CPIM രംഗത്ത് വന്നിരിക്കുന്നത്. CPIM നേതാവും മുൻ നിയമമന്ത്രിയുമായ P. രാജീവ് ഇത് സംബന്ധിച്ച് നിരവധി രേഖകൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതിനിടയിൽ ലീഗിനെതിരെ പരോക്ഷ വിമർശനവുമായി സമസ്ത AP വിഭാഗം രംഗത്ത് വരുന്നു. ലീഗ് നിലപാട് കടുത്ത വീഴ്ച, സർക്കാർ തല്ലിക്കെടുത്തിയത് കേസിലുള്ള പ്രതീക്ഷയെന്ന് റഹ്മത്തുള്ള സഖാഫി. വിവരങ്ങളുമായി പ്രസാദ് ഉറുമ്പശ്ശേരി നമുക്കൊപ്പം ചേരുകയാണ്. പ്രസാദ്, ഗുഡ് മോർണിംഗ്. ഇതിപ്പോ സർക്കാരിന്റെ നിലപാട് ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു. അത് BJPക്ക് അനുകൂലമായ നിലപാടാണ് എന്നുള്ളതാണ് വിവാദങ്ങൾക്ക് നിലവിൽ അടിസ്ഥാനമായിട്ടുള്ള കാരണം. അതിൽ CPIM പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ മുൻ മന്ത്രി P. രാജീവ് ഒക്കെ കുറച്ചധികം രേഖകളൊക്കെ പുറത്തുവിട്ടിരുന്നു. മാത്രമല്ല മുൻ സർക്കാർ കോടതിയിൽ പറഞ്ഞ നിലപാടുകൾക്ക് വിരുദ്ധമാണ് ഇപ്പോഴത്തെ സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. അതിനൊപ്പം തന്നെയാണ് സമസ്ത അടക്കമുള്ള സമുദായ സംഘടനകൾ കൂടി സർക്കാരിനെതിരെ രംഗത്ത് വരുന്നത്. എങ്ങനെയാണ് ഈ സാഹചര്യം? സേതു, വഖഫ് ബോർഡിലെ അത് നിയമ ഭേദഗതിയിലെ ഏറ്റവും കൂടുതൽ എതിർപ്പുയർത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് രണ്ട് അമുസ്ലിങ്ങളെ ബോർഡിൽ അംഗങ്ങളാക്കുക എന്നുള്ളതാണ്. ഇതിനെതിരെ സംസ്ഥാന നിയമസഭ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് LDFും UDFും ഒരുമിച്ച് പ്രമേയമൊക്കെ പാസാക്കിയ ഒരു സംഭവമാണ്. പക്ഷേ ഇപ്പോൾ UDF അധികാരത്തിൽ വന്നതിന് ശേഷം ഇതിന് ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് CPM ആരോപിക്കുന്നത്. നേരത്തെ സേതു പറഞ്ഞതുപോലെ തന്നെ മുൻ നിയമമന്ത്രി കൂടിയായിട്ടുള്ള P. രാജീവ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുൻ സർക്കാർ എടുത്തുള്ള നിലപാടുകൾ, അതിന്റെ രേഖകളെല്ലാം തന്നെ പുറത്തുവിടുകയാണ്. ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ 5 കാര്യങ്ങളാണ് പ്രധാനമായും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. ആ 5ഉം അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമാണ് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും ആദ്യത്തേത് വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയും വഖഫ് ബോർഡിന്റെ ചുമതല വഹിക്കുന്ന ഷംസുദ്ദീൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. പക്ഷേ സർക്കാർ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും സ്വീകരിച്ചിരിക്കുന്ന നിലപാട്, സുപ്രീം കോടതിയിൽ അഭിഭാഷകൻ കോടതിയിൽ വാദിക്കുന്ന ഭാഗം വരെ P. രാജീവ് പുറത്തുവിട്ടു. അതിനകത്ത് അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്ന ഉൾപ്പെടെ അതിൽ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് 14-ാം വകുപ്പാണ്. ആ 14-ാം വകുപ്പ് നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറാണ് എന്നത് വിശദമാക്കുന്ന ആ വീഡിയോ ആണ് P. രാജീവ് ആദ്യം പുറത്തുവിട്ടിട്ടുള്ളത്. പിന്നീട് മുഖ്യമന്ത്രി പറഞ്ഞത് വഖഫ് ബോർഡിൽ ഈ നിയമ ഭേദഗതി വന്നതിന് ശേഷം ആദ്യം വഖഫ് ബോർഡ് രൂപീകരിച്ചത് കേരളമാണ്. അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താവുന്ന നീക്കം കേരളം ആദ്യമേ നടത്തിയിരുന്നു എന്നുള്ളതായിരുന്നു. ആ വാദവും പൂർണ്ണമായും തെറ്റാണ് എന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് രാജീവും CPM എല്ലാം തന്നെ പുറത്തുവിട്ടുള്ളത്. അത് പറയുന്നത് ഈ വഖഫ് നിയമഭേദി വന്നതിന് ശേഷം ആദ്യം വഖഫ് ബോർഡ് രൂപീകരിച്ചത് തമിഴ്നാടാണ്. 2025 നവംബർ 26-നാണ് തമിഴ്നാട് വഖഫ് ബോർഡ് രൂപീകരിക്കുന്നത്. 2026 ഫെബ്രുവരിയിലാണ് വഖഫ് ബോർഡ് കേരളം രൂപീകരിക്കുന്നത്. എന്നാൽ 2 അംഗങ്ങളെ 2 സംസ്ഥാനവും മുസ്ലിങ്ങളെ ഉൾപ്പെടുത്താതെയാണ് ബോർഡ് രൂപീകരിച്ചത്. അതിന് പറയുന്നത് സുപ്രീം കോടതിയിൽ ഇതിനെ ചോദ്യം ചെയ്ത മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്ന കാര്യം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ കേസിൽ ഒരു വിധി വരുന്നത് വരെ ആണ് ഈ അംഗങ്ങളെ ഉൾപ്പെടുത്തിയത്. സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന ഒരു തന്ത്രപരമായ നിലപാടായിരുന്നു. പക്ഷേ ഇതിനെ ആണ് അത് ഉൾപ്പെടുത്തണം എന്നുള്ള വാദം മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അത് തെറ്റാണ് എന്ന് പൂർണ്ണമായും സ്ഥാപിച്ചെടുക്കുകയാണ് P. രാജീവ്. മറ്റൊന്ന്, ഷംസുദ്ദീൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് സർക്കാരിന് പ്രീതിയില്ലെങ്കിൽ നിലവിലെ ബോർഡിനെ പിരിച്ചുവിടാം എന്നുള്ളതാണ്. അതും അടിസ്ഥാനരഹിതമാണ്. നിയമ ഭേദഗതിയിൽ വഖഫ് ബോർഡ് നിയമത്തിലെ 20-ാം വകുപ്പ് പ്രകാരമാണ് ഈ ബോർഡ് പിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ അതിനകത്ത് വളരെ ഗുരുതരമായ ചട്ടലംഘനമോ ഗുരുതരമായ അഴിമതിയോ ഒക്കെ ചെയ്താൽ മാത്രമാണ് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഓരോ കാര്യങ്ങളും വളരെ പറയുന്ന മുഖ്യമന്ത്രി പറഞ്ഞതും അതോടൊപ്പം തന്നെ ഷംസുദ്ദീൻ പറഞ്ഞ കാര്യങ്ങളും എല്ലാം അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമാണെന്ന് സ്ഥാപിക്കുകയാണ് രേഖകളെ ഉദ്ധരിച്ചുകൊണ്ട് P. രാജീവ്. ഇതിനകത്ത് മുസ്ലിം ലീഗിനാണ് ഏറ്റവും വലിയ വീഴ്ച. കാരണം വഖഫ് ബോർഡിനെ വയ്ക്കുന്ന ഷംസുദ്ദീൻ ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഒരു ശക്തമായ നിലപാട് സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഉയർന്നു വരുന്ന വിമർശനം. മറ്റൊന്ന്, ഇപ്പോൾ AP സമസ്തയും വളരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ AP സമസ്തയുടെ നേതാവും SOSന്റെ നേതാവും എല്ലാമായിട്ടുള്ള റഹ്മത്തുള്ള സഖാഫി കുറിപ്പിനകത്ത് ഫേസ്ബുക്കിലിട്ട കുറിപ്പിനകത്ത് വളരെ വിശദമായി തന്നെ ഇക്കാര്യം പറയുന്നുണ്ട്. ഒന്ന്, സർക്കാർ ഈ സുപ്രീം കോടതിയിലെ ഹർജി എന്ന് പറയുന്ന ഒരു പ്രതീക്ഷയായിരുന്നു, അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നതിനെതിരെ നടത്തിയിട്ടുള്ള ഒരു പ്രതീക്ഷയായിരുന്നു. പക്ഷേ സർക്കാരിന്റെ വാദം, ഉൾപ്പെടുത്താമെന്ന വാദം, ആ പ്രതീക്ഷകളെല്ലാം തന്നെ തല്ലിക്കെടുക്കുന്നതാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതുമാത്രമല്ല, ബാബറി കേസിൽ
സംഭവിച്ചതുപോലെയുള്ള ഒരു വീഴ്ചയാണ്. അത്രയും വലിയൊരു വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇത് സമുദായ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന നേതൃത്വമാണ് ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മുഖ്യമന്ത്രിയേക്കാൾ എന്നുള്ളതാണ്. അപ്പോൾ മുസ്ലിം ലീഗിനെ തന്നെയാണ് AP സമസ്തയും ലക്ഷ്യം വെക്കുന്നത്. മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ ഒരു താല്പര്യവും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. പൂർണ്ണമായും മുസ്ലിം ലീഗിനെ പ്രതിക്കൂട്ടിലാക്കുന്ന നിലപാട് തന്നെയാണ് CPM-ഉം ഇപ്പോൾ AP സമസ്തയെല്ലാം തന്നെ സ്വീകരിച്ചിട്ടുള്ള വഖഫ് ബോർഡിൽ ഇതുവരെ